Good afternoon, all. Good afternoon, ma'am. നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ എങ്ങനെ വായിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? മാം, ഒരു ഡൗട്ട്. ചോദിച്ചോ. അതായത് ഇതില് നേഴ്സ് സ്റ്റാഫിൻ്റെത് ഫസ്റ്റ് ഡയറക്ടർ, സൂപ്പറിൻറ്റൻഡന്റ് അങ്ങനെയല്ലേ പോകുന്നത്? അത് മുകളിൽ നിന്ന് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ താഴെ നിന്ന് വരുന്നത് ആകുമ്പോ നഴ്സിംഗ് അസിസ്റ്റന്റ് അങ്ങനെയല്ലേ വരേണ്ടത്? ഇങ്ങനെയാണോ ഉണ്ടാവല്? അതെ അതെ, നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് ഏറ്റവും താഴെ. അവരുടെ മേലധികാരിയാണുള്ള മേലെ, അതായത് അസിസ്റ്റന്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റാഫ് നഴ്സുമാർ. നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പാരാമെഡിക്കൽ നഴ്സുമാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മേലെ സ്റ്റാഫ് നഴ്സുമാർ, അതായത് നമ്മള് സപ്പോർട്ട് ചിലപ്പോ വാർഡൻസ് എന്നൊക്കെ പറയുന്നത് അല്ലെ. പിന്നെ സ്റ്റാഫ് നഴ്സുമാരുണ്ടാവും, അവർക്ക് നഴ്സിംഗ് ഇൻചാർജ് ഉള്ളവരുണ്ടാവും, അവർക്ക് വാർഡുകളിലേക്ക് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള ഇതിലുണ്ടാവും. നഴ്സിംഗ് സൂപ്പർവൈസർ, പിന്നെ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് ഡയറക്ടർ. ഏറ്റവും ടോപ്പിലുള്ളത് നഴ്സിംഗ് ഡയറക്ടർ. അത് ആരോ മാർക്ക് അങ്ങനെ ആയതുകൊണ്ട് ചോദിച്ചതാണ് മാം. ആരോ ആരോ താഴേക്ക് ഇട്ടേക്കുന്നത്. ഇങ്ങനെ പോകുമ്പോ മേലേക്ക് വരാം. ഓക്കെ, അതായത് നഴ്സിംഗ് അസിസ്റ്റന്റിന് മേലെയാണ് സ്റ്റാഫ് നഴ്സ്. ശരിക്കും ഇങ്ങനെ വരാം അല്ലെ? ശരിയാണ്. അത് ഇവര് താഴെയാണെന്നുള്ള മീനിങ്ങിലാണ്. നഴ്സിംഗ് ഡയറക്ടറിന്റെ താഴെയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ, അതിന്റെ താഴെയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്നുള്ള മീനിങ്ങിലാണ്. ഇൻ കേസിൽ നിങ്ങൾക്ക് അപ്പർ ഇവരുടെ സുപ്പീരിയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫ് നഴ്സ് ആണ്. സ്റ്റാഫ് അതായത് നഴ്സിംഗ് അസിസ്റ്റന്റ് സുപ്പീരിയർ സ്റ്റാഫ് നഴ്സ് ആണ്. അവരെ സുപ്പീരിയർ എന്താണ് നഴ്സിംഗ് ഇൻചാർജ് ആണ്. അങ്ങനെ മേലേക്ക്. ഓക്കെ, പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമില്ലാതെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാവുന്നത് തന്നെയാണ് അല്ലെ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് കുഴപ്പമുള്ള ചാപ്റ്ററൊന്നല്ല. മനസ്സിലാക്കി പറയണം എന്നൊക്കെ വായിച്ചു നോക്കിയാൽ കുഴപ്പമില്ലാതെ അല്ലെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാനിപ്പോ പറഞ്ഞു നിർത്തിയത് നഴ്സിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ആണ് പറഞ്ഞു നിർത്തുന്നത് അല്ലെ? ശരിയല്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ആരെങ്കിലൊക്കെ പറയൂ. യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് തുടങ്ങിയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് മേലാധികാരി ഏതാണെന്ന് മനസ്സിലായി. അതായത് ഡയറക്ടറാണ്. അദ്ദേഹമാണ് ഏകോപിപ്പിക്കുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നതും എന്തെങ്കിലും ഇവർക്ക് താഴെയുള്ള വ്യക്തികൾക്കൊക്കെ ഡയറക്ട് ചെയ്യുന്നതിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഡയറക്ടർ സ്ഥാനത്തുള്ളവരാണ്. അപ്പൊ അതിന് താഴെയുള്ളതാണ് സൂപ്രണ്ടന്റ്. അപ്പൊ സൂപ്രണ്ടന്റിന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്ന ചുമതല അദ്ദേഹത്തിന്റെ മസ്റ്റാണ് അല്ലെ? അവര് പറയുന്നത് താഴെയുള്ളവര് അങ്ങനെയാണല്ലോ, മേലധികാരികൾ എന്ത് പറയുന്നു അതനുസരിക്കാൻ താഴെയുള്ളവർ ബാധിച്ചതാണ്. അപ്പൊ അവർക്ക് താഴെയുള്ള വ്യക്തിയാണ് എന്ത് നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അപ്പൊ ഇവരെ മിക്കവാറും അവരുടെയൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മെയിനായിട്ട് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് സെക്കൻഡ് കമാൻഡ് അല്ലെ? അധികാരങ്ങളിൽ നോക്കുമ്പോൾ നെക്സ്റ്റ് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള അധികാരമൊക്കെ കൊടുക്കുന്ന രണ്ടാമത്തെ പദവിയിലുള്ള പേഴ്സൺ ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then he or she will be held responsible for management and supervision of nursing service of the different departments of the hospital. അദ്ദേഹം എന്താന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാലോ, ഹോസ്പിറ്റലിൽ ആവുമ്പോൾ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതേപോലെ ക്യാൻസർ മൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഓർണോളജി, അങ്ങനെ ഓരോരോ ഇതല്ല, കാർഡിയോളജി, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ടായിരിക്കും നഴ്സിംഗ് ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. ആ ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കും നഴ്സുമാരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ എല്ലാം കൈകാര്യം മാനേജ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇന്ന ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് നടക്കണം എന്നൊക്കെയുള്ള മാനേജ്മെന്റ് സൂപ്പർവിഷനും
ആ ഡിപ്പാർട്ട്മെന്റ് വലിയ കുഴപ്പമില്ലാതൊക്കെയാണ്, സേഫ് ആയിട്ടാണ് പോകുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി തന്നെ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള സൂപ്പർവിഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാന്ന് പറയുന്നത് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. In all area of a nursing activity, he or she will help the nursing director and act as a director in the absence of the nursing director. അത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഇൻ കേസ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഡയറക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ നഴ്സുമാരോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സൂപ്രണ്ടന്റ് ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഡയറക്ടറിന്റെ അബ്സെൻസിൽ ഡയറക്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി കിട്ടിയാലേ അധികാരി ഏതെങ്കിലും ഇല്ല എങ്കിൽ അവരുടെ റോളും കൂടിയും താഴെയുള്ള ആ ഒരു പൊസിഷനിലുള്ള വ്യക്തി നിർവഹിക്കണം. അത് തന്നെയാണ് പറയുന്നത്. ഇൻ കേസ് ആബ്സെൻസ് ആണ്, നഴ്സിംഗ് ഡയറക്ടർ ആബ്സെന്റ് ആണെങ്കിൽ അവരുടേതായ രീതിയിലെല്ലാം ചെയ്യാൻ ചുമതലപ്പെട്ടിരിക്കുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഇനി താഴേക്ക് നോക്കാം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എടുത്തു പോകുന്നത്. ഇതൊക്കെ താഴേക്ക് പോവാം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ ചുമതലകൾ എന്നൊക്കെ നോക്കാം. He or she will help the nursing director in his work. നേരത്തെ പറഞ്ഞ അതേ മാറ്റർ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അവരെ ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആർക്കുള്ളതാണ്? നമ്മുടെ സൂപ്പർവൈസറിനുള്ളതാണ്. Then accountable for master rotation of nurses. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലാവുമ്പോൾ നഴ്സുമാര് എന്താണ് എപ്പോഴും 24 hours റണ്ണിങ് ആയിരിക്കും അല്ലെ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ എപ്പോഴും എന്താണ് നഴ്സുമാർ ഡ്യൂട്ടിയിലായിരിക്കണം. അപ്പൊ അവരുടെ മാസ്റ്റർ റൊട്ടേഷൻ മെയിൻ ചെയ്യും. ഓരോ എന്താ പറയുക, ഓരോ വാർഡിലൊക്കെ നമ്മൾ താഴേക്ക് വരുമ്പോൾ കാണാം അവർക്ക് അതിൻ്റെതായ ഇൻചാർജ് ഉള്ള ഇവരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ മാസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് പറയുന്നത് നമ്മുടെ സൂപ്രണ്ടന്റ് ആണ്. അക്കൗണ്ടബിൾ ഫോർ എ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ്. അതായത് ചുമതലപ്പെടുത്തുന്നു. അക്കൗണ്ടബിൾ എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്, അതായത് നമ്മൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മൊത്തത്തിൽ അവരെ ഡ്യൂട്ടിയിലെ നമുക്ക് മൊത്തത്തിൽ കൈകാര്യം ചെയ്യാം അല്ലെ. അവർക്ക് ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക ഇൻചാർജ് അത് കൊടുക്കുന്നത് റെസ്പോൺസിബിലിറ്റി ആയിരിക്കുന്നത് ആരാണെന്ന് ചോദിക്കാൻ പറയുന്നത് നമ്മുടെ ആരാണ്? നമ്മുടെ സൂപ്രണ്ടന്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇന്ന കാര്യങ്ങളൊക്കെ ചുമതലപ്പെടും. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള റൊട്ടേഷൻ ഉണ്ടാവും. ഡേ ഡ്യൂട്ടി ഉണ്ടാവും, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഈവനിങ് ഡ്യൂട്ടി ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ഇൻചാർജുള്ള നഴ്സുമാർ തന്നെ അവർ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ മാസ്റ്റർ റൊട്ടേഷൻ എന്ന പദവി അലങ്കരിക്കുന്ന വ്യക്തി ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then check and confirm the duty roster of staff nurses prepared by nursing incharge. അവിടെ പറയുന്നുണ്ട് നഴ്സിംഗ് ഇൻചാർജ് ആണ് ശരിക്കും നമ്മുടെ അവർക്ക് ഈ വ്യക്തികൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഡ്യൂട്ടി ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഇവരെ രാവിലെയാണ് ഡ്യൂട്ടി ഏൽപ്പിച്ചേക്കുന്നത്, ഇവർക്കൊക്കെ ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി, അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഡ്യൂട്ടി, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി എന്നൊക്കെ ഇൻചാർജ് അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അതായത് ഓരോ വാർഡിലേക്ക് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തികളാണ്. പക്ഷെ അവർ ചെയ്തിരിക്കുന്ന ഈ മാറ്റേഴ്സ് ഒക്കെ അതെല്ലാം കൺഫേം ചെയ്യുന്നത്, സ്ഥിരീകരിക്കുന്നത് ആരാണ്? അതുകൊണ്ടാണ് ഇവർ പറയുന്നത് മാസ്റ്റർ റൊട്ടേഷൻ നഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഇത് സ്ഥിരീകരിക്കുന്നത് ആരാണ്? സൂപ്രണ്ടന്റ് ആണ്. സൂപ്രണ്ടന്റ് ആണ് ഈ ഇൻചാർജ് ചെയ്തിരിക്കുന്ന നേഴ്സ് പറഞ്ഞിരിക്കുന്ന ഷിഫ്റ്റ് ഡ്യൂട്ടികളെല്ലാം ഇത് കൺഫേം ചെയ്തത്, സ്ഥിരീകരിക്കുന്നത് ആരാണ്? സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റും തേർഡ് പോയിന്റും ഫോർത്ത് പോയിന്റും കിട്ടിക്കണം. യെസ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഇയർ ഓഫ് എക്സ്പീരിയൻസുമാണ്. അതാണ് അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. തീർച്ചയായിട്ടും ഇത്രയും ടൈം ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ഈ പദവി അലങ്കരിക്കാനായിട്ട് ഒരു കൊടുക്കുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വ്യക്തിക്ക് 10 years എക്സ്പീരിയൻസ് വേണം ആർക്ക്? ഡയറക്ടർ പോസ്റ്റിൽ വരാനായിട്ട്. അതുപോലെ തന്നെ എന്തായാലും ഇവർക്കും അതിൻ്റെതായ എന്തെങ്കിലും മുൻകുകൾ ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും സാധാരണ ഒരു സ്റ്റാഫ് നഴ്സിനെ കുറിച്ച് എന്താണ് സൂപ്രണ്ടന്റ് ആക്കില്ല, അവർക്ക് തീർച്ചയായിട്ടും അതിന്റെ എക്സ്പീരിയൻസും ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റിനും അതിനനുസരിച്ചുള്ള വില, അല്ലെങ്കിൽ ഇന്ന ചില കാര്യങ്ങൾ ചെയ്ത് ഒരു ഫേസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ടാവും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് ഈ നഴ്സ്. ആ വ്യക്തികൾക്കൊക്കെയാണ് ഈ സൂപ്പർവൈസറിന്റെ പോസ്റ്റ് ഒക്കെ കിട്ടുക. അപ്പൊ അത് പക്ഷെ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ എനിവേ നീ ചോദിച്ച കാര്യം ശരിയാണ്, അവർക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു.
അപ്പോ എന്താ പറയുക, അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഇവർക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തിയാണ് ഇതിന്റെയൊക്കെ ഇൻചാർജ് വഹിക്കുന്നത് എന്നുള്ള കാര്യം പുറത്തു വെക്കുന്നത്. Then accountable to receive a report from the night supervisor. നൈറ്റ് സൂപ്പർവൈസറിന്റെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ അല്ലേ, അവര് എന്തൊക്കെ ചെയ്തിരിക്കുന്നു, നൈറ്റ് പോയ വ്യക്തി ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ മറ്റു സ്റ്റാഫുകളൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന വ്യക്തികൾ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ അതെല്ലാം എന്താണ് ഈ വ്യക്തിക്ക് കീഴില് സൂപ്പർവൈസറിന് കൊടുക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടെല്ലാം ഇവരാണ് പരിശോധിക്കുന്നത്. സ്വീകരിക്കുന്നത് ആരാണെന്ന് പറയുന്നത് നമ്മുടെ സൂപ്രണ്ടന്റാണ്. Then organize the staff meeting regularly. അതേമാതിരി തന്നെ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്നത് റെഗുലർ ആയിട്ട്, ചിലപ്പോൾ 1 monthലോ അങ്ങനെയൊക്കെ സ്റ്റാഫിന്റെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടാനായിട്ട് അധികാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? നമ്മുടെ സൂപ്രണ്ടന്റാണ്. Keep the record of staff status in connection with the education program. അപ്പൊ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഹോസ്പിറ്റലിനൊക്കെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടല്ലേ നമ്മള് ഇപ്പോ എന്തെങ്കിലും പകർച്ചവ്യാധിയൊക്കെ കൂടുതൽ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് സ്ഥിതി വിവരണ കണക്കുകളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരാം. പക്ഷെ അത്തരത്തിലുള്ള റെക്കോർഡുകളെല്ലാം കീപ്പ് ചെയ്യേണ്ടത്, സൂക്ഷിച്ചു വെക്കേണ്ടത് ആരാണ്? സൂപ്പർവൈസറിന്റെ അതിലായിരിക്കും. അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെ, എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ കൊടുക്കാൻ പറയുമ്പോൾ എന്താണ്, ഇവര് അതിൻ്റെതായ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടുകൾ എടുത്തിട്ടാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കീപ്പ് റെക്കോർഡ്സ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. അപ്പൊ ഇന്ന കാര്യങ്ങൾ, ഇന്ന പകർച്ചവ്യാധികൾ വന്നപ്പോൾ ഇന്ന നഴ്സുമാരാണ് അവിടെ പോയത്, അവർ ഇന്ന കിറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ശുശ്രൂഷ ചെയ്തത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ്? സൂപ്പർവൈസറാണെന്ന് ഓർമ്മിക്കുക. പിന്നെ സൂപ്പർവൈസർ നീറ്റ്നെസ് ഓഫ് ദ വാർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എ നഴ്സിംഗ് ചാർജ്. നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തികളോടൊപ്പം തന്നെ നിന്നിട്ട് അവിടെയൊക്കെ നീറ്റ്നെസ് ഒക്കെ ഓക്കെയാണോ, ഒക്കെ ഡീസന്റ് അല്ലേ. നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീറ്റ്നെസ്സിന് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നതെന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുന്നത് സൂപ്രണ്ടന്റ് ആണ്. Then arrange and plan nursing care activities of the wards as per hospital policies and services. നമ്മുടെ ഹോസ്പിറ്റലിന്റെ നയങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ അതെല്ലാം എന്താണ് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ വാർഡിൽ കിട്ടുമ്പോൾ അവരെ നഴ്സുമാര് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ലാതൊക്കെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള പോളിസീസ് നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതും അത് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതുമാരാണ്? സൂപ്രണ്ടന്റ് ആണെന്ന് പറയും. അതായത് ഇത്തരം റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസുകളെല്ലാം ആരെ കീഴിലാണെന്ന് പറയുന്നത്? സൂപ്രണ്ടന്റിന്റെ കീഴിലാണെന്ന് പറയുകയും ഓർത്തിരിക്കുക. ഓക്കെ, നിങ്ങളൊന്ന് നോക്കി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതോടൊപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു വെച്ച് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാൻ കണ്ടിന്യൂ ചെയ്തേ. നഴ്സിംഗ് സൂപ്പർവൈസർ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അപ്പൊ ഞാൻ അടുത്ത ഇതിലേക്ക് നോക്കുകയാണ്. എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്താന്ന് നോക്കാം. പറയുന്നത് then എന്താ പറയുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ഈസ് പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം ആൻഡ് ഈസ് കൺസിഡേർഡ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. നഴ്സിംഗ് സൂപ്പർവൈസർ നമ്മൾ രണ്ടിത് കണ്ടു, സൂപ്പർവൈസറിനെ കണ്ടു, അതേപോലെ തന്നെ നമ്മൾ എന്താണ് മേഖലയായിട്ട് ഡയറക്ടറിനെ കണ്ടു. ഇനി അടുത്തത് നഴ്സിംഗ് സൂപ്പർവൈസർ, ആ ഒരു പദവിയിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് നോക്കാം. അദ്ദേഹം എന്താ പറയുന്നത്? എക്സിക്യൂട്ടീവ്, അദ്ദേഹം ഒരു ലീഡർ ആണെന്ന് പറയുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസർ ഇസ് കൺസിഡേർഡ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ഇസ് പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം. അത് ഒരു ലീഡർ എന്ന രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നു. എന്താ പറയുന്നത്? നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ലീഡർ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് പറയുന്നത്. there is a nursing supervisor available around the clock. അദ്ദേഹം എന്താ പറയുന്നത്? സൂപ്പർവൈസർ മേൽനോട്ടം വഹിക്കുന്നത്. ഒരു ക്ലോക്ക് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മൊത്തത്തില് എല്ലായിടത്തും ഒരു ലീഡർഷിപ്പ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കും? എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ എല്ലാവരും ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യുമ്പോഴും ഒക്കെ വിലയിരുത്തുമ്പോഴും അതെല്ലാം ശരിയായിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കൊണ്ടുള്ള ഒരു ഇതാണ് അല്ലെ. അതേമാതിരി തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അവർക്ക് എന്താ പറയാ മുന്നേ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
capacity for the person. അതാണ് ശരിക്കും nursing supervisor എന്ന് പറയുന്നത്. Nursing supervisor should always be ready to attend the patient either in person or by way of a consultation in an on-call capacity. These അവരെ നേരിട്ട് വന്ന ഏതെങ്കിലും പേഷ്യന്റ് അവർക്ക് എന്താ പറയാ നമുക്ക് ട്രീറ്റ്മെന്റ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടറെ കാണണം കേസ് ഒരു കോളിലൂടെ ആണെങ്കിലും എങ്ങനെ വന്നാലും എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ മേധാവിത്വത്തിൽ ഇവർക്ക് അത് ട്രീറ്റ്മെന്റിന് കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കും. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡയറക്ടറിന് എന്തെങ്കിലും അബ്സെൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അന്യ ജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ മാതിരി നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ അവരുടെ അബ്സെൻസ് ഒക്കെ എന്തെങ്കിലും വരികയായിട്ട് അവിടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ. ഓക്കെ, ഇതിലെന്താ പറയുന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇവിടെ പ്രധാനമായിട്ടും സൂപ്പർവൈസറിനുള്ള കാര്യം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ ആ ഒരു പിരിമിഡ് ഓർത്ത് വയ്ക്കുക. നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കീഴിലാണ് സൂപ്പർവൈസറിന്റെ പോസ്റ്റ്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇതിനെ ചെയ്തു കൊടുക്കണം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആബ്സെൻസ് എന്തെങ്കിലും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ അവരുടെ അതേ ലെവലിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് നഴ്സിംഗ് സൂപ്പർവൈസർ തയ്യാറായിരിക്കും. അവർക്കും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അതെന്താ നോക്കാം. ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. അതായത് നമുക്കറിയാമല്ലോ ഇങ്ങനെ നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും മറ്റേ ചിലപ്പോൾ കോഴ്സ് മാത്രം കഴിഞ്ഞു വന്നവരായിരിക്കും. അപ്പൊ അവർക്ക് ഈ സർവീസ് മൈൻഡ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ അവർക്ക് എന്താ പറയാ കുറച്ച് നോളജ് മാത്രം കിട്ടിയവരോ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് അറിയുന്നൊന്നും കഴിയില്ല. അപ്പൊ ഈ ഒരു ലീഡർ, ആ ലീഡറാണ് മുന്നിട്ട് നിന്നുകൊണ്ട് വ്യക്തികൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് അറിയില്ലെങ്കിൽ മറ്റൊരു ഒരേ സഹപ്രവർത്തകരെ കൊണ്ട് വെച്ച് തന്നെ ഇവരെ ചെയ്ത് പഠിപ്പിക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണ് പറയുന്നത് ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ. അവരെ ആദ്യം സെലക്ട് ചെയ്യുകയും അവരെ പരിചയപ്പെടുത്തുകയും അതേപോലെ ക്രമപ്പെടുത്തി കൊടുക്കുക. ഇന്ന ഡ്യൂട്ടിയാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ ഇന്ന കാര്യമാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തി കൊടുക്കുക. ട്രെയിൻ ചെയ്യാന്ന് പറയുന്നത് അത് ഒരു എന്താ പറയുക ഒരു ട്രെയിനിങ്ങോട് കൂടി ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അസൈൻ ചെയ്യുക, അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തു പോകാനായിട്ടുള്ള ഒരു ഷെഡ്യൂൾ, കോച്ചിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലെ. നമ്മളിപ്പോ സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ അതായത് മൊത്തത്തിൽ നമ്മള് എല്ലാ കാര്യങ്ങൾക്കും ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ മുന്നിട്ട് നിൽക്കുക എന്നുള്ള കാര്യം കൂടിയാണ് എന്ത് നമ്മുടെ സൂപ്പർവൈസറുടെ ഡ്യൂട്ടി എന്നുള്ള കാര്യം നോക്കുക. അതേപോലെ തന്നെ കൗൺസിലിംഗ് കേസ് ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഫേസ് ടു ഫേസ് അംഗീകരിക്കാൻ പറ്റുന്ന വരില്ല. ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കറിയാം പല കാര്യങ്ങൾ കഴിവുണ്ടാവായിരിക്കും, നോളജ് ഉണ്ടാവായിരിക്കും ചിലപ്പോൾ. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ് എല്ലാവരുടെ പേഷ്യൻസിനോടൊക്കെ എന്താ പറയുക മര്യാദയോടുകൂടി അച്ചടക്കത്തോട് പെരുമാറാനുള്ള കാര്യം ഇതെല്ലാം ഇവരുടെ ഡ്യൂട്ടിയിൽ പെടുന്നത്. ഇതെല്ലാം ഇവര് ചെയ്തു കൊടുക്കാനായിട്ട് എന്താ പറയുക റെസ്പോൺസിബിൾ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. Then meet operation standards by donating information to strategic plans and procedures. ഇനി എന്തെങ്കിലും നമുക്ക് ഡൊണേഷൻ അല്ലേ, നമ്മുടെ എന്തെങ്കിലും നമുക്കറിയാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതരത്തിലുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് കാര്യങ്ങളൊക്കെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുകയോ അല്ലെങ്കിൽ കാണുകയോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണെന്ന് പറയുന്നു, സൂപ്പർവൈസർ എന്ന് പറയുന്നു. Then maintaining nursing principles and norms, policies and procedures. അതായത് നമ്മുടെ നഴ്സിംഗ് ആയിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ, തത്വങ്ങളുണ്ട്. നഴ്സുമാരെ ഇങ്ങനെ രീതിയിലായിരിക്കും പേഷ്യന്റിനോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ അവരുടെ പ്രൊസീജിയേഴ്സ്, അവരുടെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, അതായത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഇപ്പൊ ലീഡർഷിപ്പ് ഒരു ലീഡർ പദവിയിലുള്ള വ്യക്തിയായിരിക്കും അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? സൂപ്പർവൈസർ ആണ്. Then identify patient service need by establishing personal relationship. നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ ഹോസ്പിറ്റലാകുമ്പോൾ പ്രധാനമായിട്ടും നമ്മളൊക്കെ ട്രീറ്റ്മെന്റ് മാത്രം കിട്ടിയ പോലെ അല്ലെ, കുറച്ച് മെഡിസിൻസ് മാത്രം കിട്ടിയ ചിലപ്പോൾ അസുഖം ഭേദമാകണമെന്നില്ല. അവിടെ എപ്പോഴും സർവീസിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ തന്നെ എന്താണ് ആ പേഷ്യൻസിനോട് നല്ല ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്. പേഷ്യന്റിന്റെ സർവീസിന് ആവശ്യകതമായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് പേഷ്യൻസിനൊക്കെ കൊടുക്കേണ്ടത്. അതേമാതിരി തന്നെ സ്റ്റാഫിനും കൊടുക്കേണ്ടത്. അപ്പൊ
അതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി കൂടി, അതെല്ലാം സ്ഥാപിച്ചിരിക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടിയാണ് നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. Then provide information needed to patient and healthcare team. അതേമാതിരി പേഷ്യൻസിന് എന്തെങ്കിലും ഇപ്പോ നമ്മുടെ ഇന്ന നഴ്സുമാരാണ് നിങ്ങളെ ചികിത്സിക്കാൻ വരുന്നത്, ഇന്ന വ്യക്തികളാണ് ഇതിന്റെ ഇൻചാർജ് വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷന് മുമ്പ് ഇന്ന നഴ്സ് വരും, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം എന്താ പേഷ്യൻസിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തില് ഹെൽത്ത് കെയർ ടീമിന്റേതായ എല്ലാ കാര്യങ്ങളും പേഷ്യൻസിനൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്, അറിയിച്ചു കൊടുക്കേണ്ടത് ആരുടെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. ദെൻ മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. എന്തെങ്കിലും ഡോക്യുമെന്റ് നമ്മുടെ സേവനവുമായി ബന്ധപ്പെട്ട് എഴുതി നൽകേണ്ടതുണ്ട് എങ്കിൽ അതെല്ലാം തയ്യാറാക്കേണ്ടത് നമ്മുടെ സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. Then confirm operation of a medical and administrative equipment and verify emergency equipment available. നമുക്കറിയാം ഹോസ്പിറ്റലാണോ അതിൽ അവിടെ ചികിത്സിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് ചില മെഷീൻസിന്റെ കൂടി ആവശ്യകത വരും. അപ്പൊ ചില മെഷീൻസുകളുടെ ആവശ്യകത വരുന്നത് കൊണ്ട് തന്നെ അവിടെ എമർജൻസി ആയിട്ട് നമുക്കറിയാം ഒരു പേഷ്യന്റ് നമ്മള് ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെയായിരിക്കും ചിലപ്പോൾ അർജന്റായിട്ട് ചില എന്താ പറയുക എക്യുപ്മെന്റ്സിന്റെ ഉപകരണത്തിന്റെ ആവശ്യകത വരുന്നത്. അപ്പൊ അതെല്ലാം ഉണ്ട് എമർജൻസി ആയിട്ട് അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഈ സ്റ്റാഫ് നഴ്സിന് ഉണ്ടാകും, അല്ലെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ആ അവൈലബിലിറ്റി നഴ്സിന് അതിന്റെ ലഭ്യത, എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളിപ്പോ രണ്ടുപേരുടെ കുറിച്ച് പഠിച്ചേ ഉള്ളൂ. അതായത് ഒന്ന് ആരാണ് നമ്മുടെ സൂപ്രണ്ടന്റ്, അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അതേമാതിരി തന്നെയുള്ള ഒരു വേറൊരു വ്യക്തിയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ, അദ്ദേഹത്തിന്റെ കുറച്ച് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് നോക്കി. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ വായിക്കുന്നതിന്റെ ഒപ്പം ഡൗട്ടും കൂടി ക്ലിയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നഴ്സിംഗ് ഇൻചാർജും ഉണ്ട്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. 6th പോയിന്റ് ആണോ? ആണോ അല്ലേ? ഓക്കെ, അപ്പൊ മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. ഇപ്പോ നമുക്ക് പേഷ്യന്റിന് ഇന്ന സേവനങ്ങൾ ഇന്ന മെഡിസിൻസ് ആണോ കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ന എക്യുപ്മെന്റ്സ് ഒക്കെയാണോ അവിടെ യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് അവർക്ക് വേണമെന്ന് ആഗ്രഹിച്ച പേഷ്യൻസിന് ഇന്നത് ചിലപ്പോൾ ഇങ്ങനെ അവർക്ക് എന്താ പറയാ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റിന്റെ ആവശ്യകതയാണ്. അപ്പൊ അത്തരത്തിലുള്ള സർവീസ് സേവനങ്ങൾ ചെയ്യാനായിട്ട് ഈ സൂപ്പർവൈസറിനാണ് ഇതിന്റെ ചുമതല എന്നുള്ള കാര്യമാണ് അത് പറയുന്നത്. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. ക്ലിയർ ആയോ? നഴ്സിംഗ് ഇൻചാർജ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാലോ. പഠിച്ചാൽ മനസ്സിലാവുന്ന കുറെ പോയിന്റ്സ് ഒക്കെയാണ്. നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ശീലമുള്ളത് കൊണ്ട് കുറെ കേൾക്കുമ്പോ തന്നെ കുറച്ച് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കുറച്ച് നമുക്ക് ഈ ഹൈറാർക്കി നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. നഴ്സിംഗ് ഡയറക്ടറാണ് ഏറ്റവും മേലെ, അതിന് താഴെയാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ, ദെൻ നഴ്സിംഗ് ഇൻചാർജ്, പിന്നെ സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അപ്പം ഹൈറാർക്കി ഏതാണെന്നുള്ള കാര്യം നമുക്ക് മസ്റ്റായിട്ട് മനസ്സിലായിരിക്കണം. അത് മാത്രം നിങ്ങൾക്ക് ഓർക്കട്ടെ. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെച്ചാൽ മതി. ഇതില് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. അപ്പം it is the duty of the nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. അതായത് ഇതില് പ്രത്യേകം നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇൻചാർജ് ഉള്ള നഴ്സ് തരും. അതിനെയൊക്കെയാണ് സൂപ്പർവൈസർ വെരിഫൈ ചെയ്യുന്നത്. അവരെയാണ് അതിന്റെ മാസ്റ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതില് പറയുന്നത് തന്നെയാണ്. നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ വാർഡുകളും യൂണിറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഓരോ യൂണിറ്റിലും അല്ലെങ്കിൽ വാർഡിനൊക്കെ ഒരു ഇൻചാർജ്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ആ വ്യക്തിയെ മറ്റൊരു സബ്ജക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിലോ ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഈ വ്യക്തിയെ നമ്മൾ ഇവിടെ നിന്ന് റൂമിൽ വ്യക്തി തിരിച്ച് കൊണ്ടുപോകുമ്പോൾ മസ്റ്റായിട്ട് ഇൻചാർജുള്ള നഴ്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതായത് ആ യൂണിറ്റില് മേൽനോട്ടം, അതായത് മുഖ്യ അധികാരി എന്ന നിലയിൽ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയായിരിക്കും. It is the duty of a nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. ഓരോ ഷിഫ്റ്റിലും ഉള്ള കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയാണ് ഡയറക്ട് ചെയ്യുന്നത്. ഏതൊക്കെ നഴ്സുമാരാണ് വർക്ക് ചെയ്യേണ്ടത്, ഈ മോർണിംഗ് ഡ്യൂട്ടി ആരാണ്, ഷിഫ്റ്റ് ഡ്യൂട്ടി ആരാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ
കുറെ പേഷ്യൻസിന് കുറെ ഡ്യൂട്ടികൾ എന്താ പറയുക നഴ്സുമാരെല്ലാം കുറെ പേഷ്യൻസിന്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസമായിരിക്കും അല്ലെ. ചിലർക്ക് എന്താ പറയാ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിലും കൂടുതൽ ചിലപ്പോൾ ശ്രദ്ധ ആവശ്യമാണ്. അതേമാതിരി തന്നെ എപ്പോഴും ചികിത്സ കൊടുക്കേണ്ട ചില രോഗികളുണ്ടാവും. ചിലരില് എന്താ പറയുക അവര് സെൽഫായിരിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ ഓക്കെ ആയിരിക്കും. അപ്പൊ അത്തരത്തില് വ്യക്തികളെ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തിയാണ് അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുന്നത്. നമ്മുടെ നഴ്സിംഗ് ഇൻചാർജുള്ള വ്യക്തിയാണ് ഇന്ന പേഷ്യൻസിന് ഇന്ന നഴ്സുമാരൊക്കെ എന്നുള്ള രീതിയിൽ ഷെഡ്യൂൾ ചെയ്യും. Okay, then the next sentence പറയുന്നു, if there is any problem with the patient, it is the nursing in charge to contact the patient first. അപ്പൊ in case പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അവർ ആദ്യം തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ആരെയെന്ന് പറയുന്നു, നഴ്സിംഗ് ഇൻചാർജുള്ള വ്യക്തിയാണ്. അതായത് നഴ്സിംഗ് ഇൻചാർജുള്ള അല്ലെങ്കിൽ റൂമിൽ അല്ലെങ്കിൽ യൂണിറ്റില് ഇൻചാർജുള്ള നഴ്സിംഗ് വ്യക്തിയാണ്. Then if the patient is not satisfied with the response, ask to speak to the nurse supervisor. അപ്പൊ ഇവർക്ക് എന്താ പറയുക നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിക്ക് ഈ പേഷ്യന്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ട് ഹെൽപ്പ് ചെയ്യണം? തൊട്ട് മേലെയുള്ള ഒരു ഡിഗ്രിയിലുള്ള പേഴ്സൺ അല്ലെ. ഇവരുടെ തൊട്ട് മേലെ ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പൊ അതാണ് പറയുന്നത്, if the patient not satisfied with the response, ഇവരുടെ റെസ്പോൺസ് കൊണ്ട് ഇവരുടെ മറുപടി കൊണ്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ടമല്ല എങ്കിൽ എന്ത് ചെയ്യും? ഇവര് നഴ്സിംഗ് സൂപ്പർവൈസറിനെ സംസാരിക്കാനായിട്ട് ഏർപ്പാട് ചെയ്യും. ഞാൻ ഇല്ല അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്നുള്ളത് കൂടി നോക്കാം. To supervise and support all nursing staff. നമുക്കറിയാം ഒരു യൂണിറ്റിലെ വാർഡ് അല്ലെ, അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ വാർഡില് വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ സൂപ്പർവൈസ് ചെയ്യുക എന്നതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. അവിടെ വീണ്ടും എന്താ പറയുന്നത്, ഹൈ ലെവലായിട്ടുള്ള സർവീസുകളായിരിക്കാം പേഷ്യൻസിന് കൊടുക്കണേ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അത് ആ ഉത്തരവാദിത്വം ആരുടെ കയ്യിലാണ്? നമ്മുടെ ഇൻചാർജുള്ള നഴ്സിന്റെ കയ്യിലാണ്. Need to prepare monthly duty roster and report the supervisor. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡ്യൂട്ടികളൊക്കെ മന്ത്ലി ഇവർക്ക് എത്രയും നഴ്സുമാരാണ് ഡേ ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നത് ഇവരൊക്കെയാണെന്നുള്ള ഒരു മന്ത്ലി റിപ്പോർട്ട് പ്ലാനൊക്കെ അവർക്ക് സൂപ്പർവൈസറിനൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ, അതേപോലെ തന്നെ വാർഡിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം അത് നന്നായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരറ്റീവ് റിപ്പോർട്ട്സ്, അതായത് ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെയും അതേമാതിരി തന്നെ നാരറ്റീവ് റിപ്പോർട്ട്സ് തന്നെ എന്തെങ്കിലും മയക്കുമരുന്ന് പോലത്തെ സജഷൻ പോലെയുള്ള മെഡിസിനൊക്കെ കൊടുക്കണമെങ്കിൽ അതിന്റെയൊക്കെ റിപ്പോർട്ട് കൈകാര്യം ചെയ്യേണ്ടത് ആരാണെന്ന് പറയുന്നത് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജുള്ള വ്യക്തിയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് ഇൻചാർജും ഒരു ചെറിയ ടോപ്പിക് ആണ്. അതായത് ഇവരാരാണ് അല്ലെ യൂണിറ്റിന്റെയും വാർഡിന്റെയും ഇൻചാർജുള്ള പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ നഴ്സിംഗ് ഇൻചാർജ് ആണ്. പിന്നെ അവരെ നഴ്സുമാരെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങള്, അവരെ ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങള്, അതേമാതിരി തന്നെ എന്താണ് ആ വാർഡിലെ ഓപ്പറേഷൻസ് ഒക്കെ പ്രവർത്തനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും അവിടെയുള്ള മെഡിസിൻസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മരുന്ന് പോലെയുള്ള സന്ദേശം പോലെയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കേണ്ടതും ആരാണെന്ന് പറയുന്നത് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, നിങ്ങള് ഇതിനോടൊപ്പം തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാട്ടോ. സ്പീഡ് കൂടുതൽ പറയാനുണ്ട്. എനിവേ ഞാൻ എന്തായാലും നമുക്ക് ഇത്തിരി ടൈം ഉണ്ടാവും. നിങ്ങൾക്ക് സ്പീഡ് കൂടിയാലും മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. എന്റെ ഇത് സ്പീഡ് കൂടുതൽ എടുക്കുന്നതില് ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് മനസ്സിലാവുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയാം. എന്താ പറയുക, വായിച്ചു നോക്കിയാൽ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. സ്റ്റാഫ് നഴ്സും നഴ്സിംഗ് അസിസ്റ്റന്റും കൂടെ നമുക്ക് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അതുപോലെ ക്ലിയർ ചെയ്യാം. ഒപ്പം തന്നെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്റ്റാഫ് നഴ്സ് നോക്കാം. It is the staff nurse who handle the largest segment of health care work. അതായത് നമ്മുടെ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സ് ആണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കുറെ പേരെ വ്യക്തികൾ എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സ് ആണ് അല്ലെ. അവരായിരിക്കും എന്താ പറയുക പഠിച്ചിറങ്ങിയ വ്യക്തികൾ നമ്മൾ ശുശ്രൂഷിക്കാനൊക്കെ ചെയ്യുന്നവര്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ വ്യക്തികളെയും ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും.
എന്തായാലും ഞാൻ എടുത്ത് കഴിയട്ടെ, സമയത്തിന്റെ ഇതനുസരിച്ച് നമുക്ക് നോക്കാം. എനിക്ക് എന്തായാലും ഒരു ചട്ടം കൂടി നിങ്ങൾക്ക് എടുക്കാനുണ്ട്. ഒപ്പം തന്നെ ടെർമിനോളജിയുടെയും കൂടിയും തീരാൻ ചാൻസ് കുറവാണെന്ന് മിസ് പറയുന്നുണ്ട്. അപ്പൊ ലേബർ റൂം എടുക്കാനുണ്ട്. നിങ്ങളുടെ എക്സാമിന് മുമ്പ് ഇത് ഒക്കെ ഒന്ന് തീർക്കാനുണ്ട്. പക്ഷെ ഇതൊക്കെ വായിച്ചു പോയാലും മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് എടുത്തു പോകുന്നത്. എന്തായാലും നോക്കട്ടെ, ഫസ്റ്റ് തുടങ്ങി ഷോർട്ടാക്കി പറയാൻ പറ്റുമെന്നൊക്കെ നോക്കാം. എന്താ പറഞ്ഞ ഇപ്പൊ സ്റ്റാഫ് നഴ്സിന്റെ കാര്യം അല്ലെ, ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ പൊതുവേ നമ്മൾ നഴ്സുമാരെയൊക്കെ കാണാറുണ്ട്. അപ്പൊ അവിടെ ഇടയ്ക്ക് എന്താ പറയുക സുപ്പീരിയർ വരുന്നതാണെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോ അവരെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അവർക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇന്ന പൊസിഷനിലുള്ളവരാണെങ്കിൽ ഇവരൊക്കെ ഇന്ന ഡ്യൂട്ടീസ് ആണ് ചെയ്തുകൊണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് സ്റ്റാഫ് നഴ്സുമാര് നമുക്കറിയാം, നമ്മളുടെ പേഷ്യൻസിന് പരിചരിക്കുന്ന വ്യക്തികളാണ് സ്റ്റാഫ് നഴ്സ്. അപ്പൊ അവരതുകൊണ്ട് തന്നെ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇറ്റ് സ്റ്റാഫ് നഴ്സ് ഹൂ ഹാൻഡിൽ ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക്. കൂടുതലായിട്ടും ഹെൽത്ത് കെയർ വർക്കിൽ കാണുന്ന ഒരു വിഭാഗമാണ് സ്റ്റാഫ് നഴ്സ്. സ്റ്റാഫ് നഴ്സ് മസ്റ്റ് ഹാവ് എ ബാച്ചുലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. അതായത് അംഗീകരിച്ചിട്ടുള്ള നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടിയ ബാച്ചുലർ ഡിഗ്രിയോ ഡിപ്ലോമ ഉള്ളവരാണ് ശരിക്കും സ്റ്റാഫ് നഴ്സുമാരായിട്ട് വരുന്നത്. They spend a lot of their time providing direct patient care. അവര് കൂടുതലായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത്, ചെലവഴിക്കുന്നത് ആരോടൊപ്പം തന്നെയാണ്? പേഷ്യന്റിനോടൊപ്പം തന്നെ. അവരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് അവർ കൂടുതലായിട്ടും സമയം ചെലവഴിക്കുന്നത്. സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂസ്ലി ഒബ്സർവ്, മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിനെയും അവരെന്താണ് കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് തന്നെ നിരീക്ഷിക്കുന്നു, മോണിറ്റർ ചെയ്യുന്നു. അവരെ എന്തൊക്കെയാണ് അവരുടേതായ പ്രോഗ്രാമുകളെല്ലാം ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവരെല്ലാം അവരെ മോണിറ്റർ ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. If there is a sudden change in any patient condition, nurse takes appropriate action such as medication or calling the doctor. അതായത് ഇൻ കേസ് ഇപ്പൊ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇഞ്ചക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിയോതെറാപ്പി പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇൻ കേസ് പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്നുള്ള ആക്ഷൻസസ് അവിടെ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ചേഞ്ചസ് മാറ്റങ്ങൾ വരികയാണെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷനിൽ നമുക്കറിയാം മെഡിസിൻസ് കൊടുക്കുന്നത് എപ്പോഴും ഇംപ്രൂവ് ചെയ്യാം അല്ലെ, രോഗിയുടെ ആരോഗ്യനില മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് അത് ഡിലോ ആയി പോകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ അപ്പൊ തന്നെ ആക്ഷൻ ഇടുക അല്ലെ, അപ്രോപ്രിയേറ്റ് ആക്ഷൻ. അതായത് അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എന്താണ് ഈ നഴ്സുമാര് എടുക്കണം, ആക്ഷനായിട്ട് എടുക്കണം. സജസ്റ്റ് മെഡിക്കേഷൻ, ചിലപ്പോൾ ഇങ്ങനെ അവര് മെഡിസിനോട് കൂടിയിട്ടായിരിക്കും. ഇപ്പൊ പെട്ടെന്ന് ഒരു പ്രഷർ കൂടി, ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയുക ഷുഗർ കൂടി, അങ്ങനെ ഇപ്പൊ ടെമ്പറേച്ചർ കൂടി. അപ്പൊ എന്താണോ ഒരു പെട്ടെന്ന് കൂടിയത് അപ്പൊ അത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും മെഡിസിനൊക്കെ എന്തെങ്കിലും കൊടുക്കാമാവുമെങ്കിൽ അത് ചെയ്യാനായിട്ട് നഴ്സുമാര് തയ്യാറാവണം. ഓർ കോളേജിലെ ഡോക്ടർ ഇൻ കേസിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്ടറിനെ കോൾ ചെയ്യണം. കൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ കേസ് ചിലർ നമുക്ക് മിക്കവാറും അറിയാം ഈ മെഡിസിൻസ് ഇവർക്ക് പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യുന്നില്ല, ഇതിൽ ഡൗൺ ആയി പോകണമെങ്കിൽ ഉടനെ തന്നെ കോൾ ചെയ്തിട്ടാണ് അവർ നെക്സ്റ്റ് മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാ പറയുന്നത്, അതോടൊപ്പം ആക്ഷൻ എടുക്കുക. എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പൊ അത് തന്നെയാണ് സ്റ്റാഫ് നഴ്സിന്റെ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇവരുടെ എന്താണ് അവരുടെ ഡ്യൂട്ടീസ്, ചുമതലകൾ, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. അവർക്ക് ആദ്യമായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല റിലേഷൻഷിപ്പ്, പേഷ്യന്റുമായിട്ടുള്ള ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ, ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത്. അതാണ് അവരുടെ ഫസ്റ്റ് ഡ്യൂട്ടി. അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട്. എസ്റ്റാബ്ലിഷ് സിമ്പത്തറ്റിക് എൻവയൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷണൽ, ഫിസിയോളജിക്കൽ, സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യന്റ് വൺസ് ഫാമിലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അല്ലെ, അസുഖം വന്നു കഴിഞ്ഞാൽ ചിലർക്ക് എന്താ പറയുക മെഡിസിൻ കൊണ്ട് മാത്രം ഭേദമാകില്ല. ചിലർക്ക് രോഗം ഭേദമായി ചിലപ്പോൾ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ മതി എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ് അവരുടെ ചിലപ്പോ ആ ഒരു നഴ്സുമാരുടെ ഒരു പരിചരണത്തിന്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും. അവർക്ക് ആ പരിചരണം എന്ന് പറയുന്നത് അവർക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫെമിലാരിറ്റീസ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, ഫാമിലി മെമ്പറെ പോലെ ഉള്ള ഒരു പരിചരണമൊക്കെയാണ് കിട്ടണമെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ അവർക്ക് പേഷ്യൻസിന് കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് അവരെ ഒരു സിമ്പത്തറ്റിക് എൻവയൺമെന്റ്, ചിലപ്പോഴൊക്കെ ഒരു സഹാനുഭൂതിയോട് കൂടിയിട്ട് ഇവരെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരും. അത്രയും ഇമോഷൻസ്, അത്രയും വികാരം ഇവർക്ക് പ്രകടമാക്കേണ്ടതായിട്ട് വരും.
ചിലപ്പോ എന്താണ് ശാരീരികമായിട്ടായിരിക്കും സൂചിച്ചിലാകുന്നത്, എന്താ പറയുക ആത്മീയമായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യന്റ് ഫ്രണ്ട്സ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്ന നിലയിൽ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കണം സ്റ്റാഫ് നഴ്സ് പേഷ്യന്റിനോട് ഇടപഴകേണ്ടത് എന്നുള്ളതാണ്. Then solve patients' problems and maintain a safe and clean working environment. അവർക്ക് എന്താ പറയാ പേഷ്യൻസിന് നമ്മളെപ്പോഴും എന്താണ് സുരക്ഷയായിട്ടും അതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ വേണം അവർക്ക് എന്താണ് അവരുടെ ശുശ്രൂഷ കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ടുള്ള നമ്മളാണ് പറയുന്നത്. സോൾവ് പേഷ്യൻസ് അവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് മെയിൻറ്റെയിൻ സേഫ് സുരക്ഷിതമായിട്ടും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടും നല്ല വൃത്തിയോട് കൂടിയിട്ടും തന്നെയുള്ള രീതിയിലായിരിക്കും ഇവരുടെ സുരക്ഷ ഉറപ്പാക്കിയത്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. നമുക്കറിയാം ഹോസ്പിറ്റലില് പേഷ്യൻസിനെ ശുശ്രൂഷ ചെയ്യുമ്പോഴായിരിക്കണം ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ ചില മെഡിസിൻസിന്റെ ഒക്കെ ആവശ്യകത വരും. അപ്പൊ അവിടെ എന്താണ് അത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് എന്ന് ഉള്ള ഉറപ്പുവരുത്തല് എന്താണ് നമ്മുടെ സ്റ്റാഫ് ഈ ഒരു വ്യക്തികൾക്ക് എന്താ പറയണേ കാലത്ത് കൂടുതലും ഉച്ചക്കൊടുക്കണം വൈകുന്നേരമൊക്കെ മെഡിസിൻസ് ഒക്കെ കൊടുക്കണം. അപ്പൊ ആ കൊടുക്കേണ്ട മെഡിസിൻസ് ഒക്കെ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ്. നമുക്കറിയാം ചാർട്ടില് ഇത്ര കുപ്പിവെള്ളം കുടിക്കണം, ഇത്ര നേരം ഉറങ്ങിയിട്ടുണ്ടാവണം, ഇത്ര മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവും, ഇത്ര ഫുഡ് എടുത്തിട്ടുണ്ടാവണം, അങ്ങനെയൊക്കെ കുറെ ചാർട്ടർ ഡ്യൂട്ടീസ് ഒക്കെ എന്താണ് ഇവർക്ക് ഉണ്ടായിരിക്കും, ആർക്ക് നമ്മുടെ സ്റ്റാഫ് നഴ്സുമാർക്ക് ഉണ്ടായിരിക്കും. Then maintain patient confidence and keep information confident. എപ്പോഴും പേഷ്യന്റ് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, ആത്മവിശ്വാസം അവർക്ക് കൊടുക്കണം. നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒന്നും കോൺഫിഡൻസ് എല്ലാം തന്നെ എന്താണ് സ്വകാര്യമായിട്ട് തന്നെ കീപ്പ് ചെയ്തേക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഒരു ആത്മവിശ്വാസം പ്രദാനം ചെയ്യണം. മെയിൻറ്റെയിൻ ഇൻവെന്ററി ചെക്കിങ്, നേരത്തെ പറഞ്ഞ മാത്രമേ തന്നെ അവരുടെ സ്റ്റോക്ക് ലെവൽ അല്ലെ, ഈ മെഡിസിൻ എടുക്കാനുള്ള സിറിഞ്ച് ആണെങ്കിലും മെഡിസിൻസ് ഒക്കെ എന്താണെങ്കിലും അതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. Then maintain professional and technical knowledge by attending education workshop. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് എന്താണ് മെഡിസിൻസ് ഒക്കെ അതായത് എല്ലാം വികസിച്ചു വരുന്ന കാലഘട്ടമാണ്. അപ്പൊ അതിൻ്റെതായ കുറെ നോളജ് കുറെ അറിവ് വേണം. ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള കഴിവും ഒക്കെ എന്താണ് നഴ്സുമാർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു രീതി കൂടിയാണ് സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി എന്നുള്ളത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ്. എന്തായാലും നിർത്താം, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം. നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് കാറ്റഗറിയിൽ നമ്മുടെ നാലാമത്തെ പോയിന്റ് ചോദിക്കുന്നത് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അതായത് നമ്മുടെ മെഡിസിൻ കൊടുക്കേണ്ടത് അതാണ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ രോഗികൾക്ക് ആവശ്യത്തിനനുസൃതമായിട്ടുള്ള മെഡിസിൻ കൊടുക്കേണ്ട ഒരു അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നമ്മുടെ സ്റ്റാഫ് നഴ്സ് ആണ്. അതോടൊപ്പം തന്നെ സ്റ്റോറേജ് പ്രൊസീജിയർ, ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ഇപ്പൊ കാലത്തെ മെഡിസിൻ ഉച്ചയ്ക്ക് കൊടുക്കേണ്ട മെഡിസിൻ രാവിലെ ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്തിയിരിക്കും അല്ലെ. പിന്നെ അതേമാതിരി തന്നെ ഇഞ്ചക്ഷൻ സൂചി എന്താണെങ്കിലും അതെല്ലാം അവിടെ ഉണ്ട് എന്ന് അവർ നേരത്തെ കുട്ടി ഉറപ്പുവരുത്തിയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ അതെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടത് ആരാന്നുള്ള സ്റ്റാഫാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ്. നഴ്സിംഗ് അസിസ്റ്റന്റ് എന്താന്ന് നോക്കാം. Nursing assistant or assistant nursing is an individual who works under a staff nurse in a supportive role under. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും അണ്ടറിൽ കിടക്കുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ് അസിസ്റ്റന്റ്. അവരൊക്കെ എന്താണ് വർക്ക്സ് അണ്ടർ സ്റ്റാഫ് നഴ്സ്. സ്റ്റാഫ് നഴ്സിന്റെ അണ്ടറിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരു സപ്പോർട്ടീവ് റോളാണ്, അതായത് സ്റ്റാഫ് നഴ്സിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു റോളാണ്, ഒരു ഡ്യൂട്ടിയാണ് അവർക്കുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റിനുള്ളത്. അസിസ്റ്റൻസ് ഹാവ് ഡ്യൂട്ടീസ് ലൈക്ക് ഹെൽപ്പിംഗ് പേഷ്യൻസ് ഇത് their basic needs. മിക്കവാറും പേഷ്യൻസിന്റെ കടത്തിയിരിക്കുന്ന പേഷ്യൻസിന്റെ ബേസിക് ആയിട്ടുള്ള പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പായിരിക്കും ആര് ഈ അസിസ്റ്റന്റ് നഴ്സുമാരെ പ്രദാനം ചെയ്യുന്നത്. They must be completed short term diploma course of medicine. ഇതിന് എന്താണ് പൊതുവെ എന്താണ് ഷോർട്ട് ടൈം കോഴ്സ് ഒക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നഴ്സുമാർക്ക് അസിസ്റ്റന്റ് ചെയ്യുന്ന ഒരു ജോലിയായിരിക്കും ഇതില് നമുക്ക് ഉണ്ടായിരിക്കുക. ഞാൻ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇവരുടെ ചുമതലകൾ. ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ബാത്റൂം, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് നമുക്ക് പറയാം അറ്റൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഉള്ള ഡ്യൂട്ടീസ് ഒരു ഹെൽപ്പ് ചെയ്യുന്ന പേഷ്യൻസിനെ നോക്കുന്ന ഓർഡേഴ്സ് പോലുള്ള നഴ്സുമാരൊക്കെ ആയിരിക്കും. അപ്പൊ അവരെന്താണ് പ്രധാനമായിട്ടും നഴ്സുമാരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്.
ഫസ്റ്റ് വൺ പറയുന്നത് ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം. അപ്പൊ പേഷ്യൻസിനൊക്കെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുക എന്നുള്ള കാര്യം ചെയ്യും. ചിലപ്പോൾ കിടപ്പുരോഗികളൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ടാവും. ക്ലീൻ ആൻഡ് ബാക്ക് പേഷ്യൻസ് അവർക്ക് അതേമാതിരി തന്നെ ക്ലീൻ ചെയ്യാനല്ലേ അവരുടെ മൊത്തത്തിൽ ചിലപ്പോൾ അവർക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ പാഡ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്, അതായത് അവർക്ക് നനഞ്ഞിരിക്കുന്ന ഭാവനതകളെല്ലാം മാറ്റിയിട്ട് ബെഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല വൃത്തിയോടെ കൈകാര്യം ചെയ്യാൻ കുട്ടിയൊക്കെ എന്താണ് നമ്മുടെ അസിസ്റ്റന്റ് നഴ്സുമാരുടെ ഡ്യൂട്ടിയാണ്. റിപ്പോസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ ദീസ് സിറ്റ്സ് ആൻഡ് ബെഡ്സ്. നമുക്കറിയാം പേഷ്യൻസിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട് ചിലപ്പോൾ അവർക്ക് നടന്നു പോകാനായിട്ട് സാധ്യതയില്ലാതെ വ്യക്തിയാണെങ്കിൽ അവർക്കൊക്കെ വീഴ്ചയൊക്കെ കിടത്തുകയോ അല്ലെങ്കിൽ സ്ട്രക്ചറൊക്കെ കിടത്തുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റൻസ് ആണ്. സെർവ് മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ടേക്ക് ദെയർ ഫുഡ്. അതായത് സാധാരണഗതി ഇതെല്ലാം ശരി നമ്മൾ ഓർത്താൽ മതി. പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ആവശ്യകത ഉള്ളപ്പോൾ നടത്തുന്ന കാര്യമാണ് അവർക്ക് ഫുഡ് കഴിക്കാനായിട്ട്, അല്ലെ? നേരെ സെൽഫായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പറ്റാത്തവരുണ്ടാവും, ചിലപ്പോൾ റൈസ് ട്യൂബൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഫുഡ് കൊടുക്കാനൊക്കെ ഫസ്റ്റായിട്ട് നമുക്കൊരു അസിസ്റ്റന്റിന്റെ ആവശ്യകത വരും. അതെല്ലാം ചെയ്യേണ്ട ഡ്യൂട്ടി ഇവരാണ്. മെഷർ വൈറ്റൽ സയൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് അതായത് ഡേ ടു ഡേ എന്ന് പറയുന്നത് റൈറ്റ് ടൈം, റൈറ്റ് സമയത്ത് തന്നെ കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി, റൈറ്റിനാവുന്ന ഒപ്പം കറക്റ്റ് സമയത്ത് തന്നെ ഈ പ്രഷറും അതേമാതിരി ബ്ലഡ് പ്രഷറൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് അസിസ്റ്റന്റ്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സിഗ്നേച്ചറുകളൊക്കെ, അല്ലെ? പ്രഷർ കുറവുണ്ട്, ടെമ്പറേച്ചർ കുറവുണ്ട്, ഇതെല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് റൈറ്റിൽ നോക്കുന്നത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, നമ്മള് ഓടിച്ചിട്ട് തീർത്തൊന്നും പറയാനില്ല. ഞാൻ അത്യാവശ്യം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കും നിർത്തി വായിക്കുമ്പോൾ കുറച്ച് ഡൗട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും രജിസ്റ്റേർഡ് നഴ്സ് ആണോ? ഇല്ല, അതെന്ന് പറയുന്നത് രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ള മീനിങ് അല്ല. ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു അല്ലെങ്കിൽ അപ്പോഴുള്ള നഴ്സ് എന്നുള്ള മീനിങ് ആവാം, അല്ലെങ്കിൽ നമ്മൾ റൈറ്റിനുള്ള ഒരു രീതിയിൽ എടുക്കാം. റിപ്പോർട്ട് രജിസ്റ്റേർഡ്, അതായത് അവർക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള നിങ്ങൾ വായിച്ചു നോക്കി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. ഇവിടെ റൂട്ടീൻ നഴ്സൊന്നും വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാം. റിപ്പോർട്ട് അവിടെ അക്യുറേറ്റ് ആയിട്ട് വന്ന് നോക്കി പോകുന്ന നഴ്സിന് കൊടുക്കാനുള്ള ഒരു മീനിങ്ങിൽ എടുക്കാം. അപ്പൊ എന്താണ് ഓരോരുത്തരുടെയും ഇതുകളും എന്താണ് അവരുടെ സ്റ്റാറ്റസ്, അല്ലെ? അവരെന്താണ് പൊസിഷൻ, അതേമാതിരി തന്നെ അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. ഓക്കെ, റൂട്ടീൻ നഴ്സ് എന്നുള്ള മീനിങ്ങിൽ എടുക്കാം. ഓക്കെ, റൂട്ടീൻ നഴ്സ്, റിപ്പോർട്ട് ടു റൂട്ടീൻ നഴ്സ്. അപ്പൊ നിങ്ങള് എന്താ പറയണ ഇത് ഓക്കെ, നഴ്സിംഗ് ഡയറക്ടർ എന്നുള്ള ഒരു ഹൈറാർക്കി അത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നോക്കി പോവുക. അത് ഓരോരുത്തരുടെയും പൊസിഷൻ മാറാതിരിക്കാൻ ശ്രമിക്കാം. നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞിട്ടാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അതിനുശേഷമാണ് നഴ്സിംഗ് സൂപ്പർവൈസർ. ഡിപ്ലോമ നഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് വ്യത്യസ്ത തരത്തിലുള്ള ഇതല്ലേ. ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യുന്നവർക്കും എന്താ പറയുക പാരാമെഡിക്കൽ കോഴ്സ് കഴിയുന്നവരായിരിക്കാം. ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ 6 months കഴിയുന്നവരെ കാറ്റഗറിമാരായിട്ട് എക്സ്പോസ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ 2 years കഴിയുന്ന ഹെൽത്ത് നഴ്സുമാരുണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമുള്ള പോസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ അറ്റൻഡർമാർക്ക് ഒരുപാട് ഇതിന്റെ ഇപ്പൊ ഇത്തരത്തിലുള്ള സേവനം ചെയ്യുന്നവർക്ക് എനിക്ക് 6 months ഒക്കെ ഡ്യൂറേഷൻ ഉണ്ടാവുന്നുണ്ട്.
അതേസമയം ചിലർക്ക് അല്ലെ ചില പാരാമെഡിക്കൽ സ്റ്റാഫ് പോലത്തെ നഴ്സുമാർക്ക് അവർക്ക് 2 ഇയർ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട്. അവർക്ക് അതിൻ്റെതായ പൊസിഷനിലായിട്ടുള്ള മൂല്യങ്ങളുണ്ടാവും. വ്യത്യസ്തമാണ്. അപ്പൊ ഈ പറഞ്ഞ ഹെൽത്ത് സെന്ററിൽ ഒരുപാട് മേഖലയുണ്ട്, വ്യത്യസ്ത കോഴ്സുകളുണ്ട്, അതേമാതിരി തന്നെ ജോലികൾ കോഴ്സിനനുസരിച്ചുള്ള ജോലികളുണ്ട്. ഇത് നമ്മൾ എന്താ പറയുക, ലാസ്റ്റ് വൺ പറഞ്ഞത് അറ്റൻഡേഴ്സ് വളരെ അത്രയും ഇതല്ല ഉദ്ദേശിച്ചത്. നേഴ്സിംഗ് അസിസ്റ്റന്റ് ഇവർ എല്ലാ സമാനം അസിസ്റ്റന്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ കാര്യം. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക, എന്തെങ്കിലും ഡൗട്ടുകൾ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ എന്തെങ്കിലും ക്ലിയർ ചെയ്ത് പോകാം. ഞാൻ എന്താ പറയാ ഓപ്ഷൻ തരാം. ഓപ്ഷൻ തരാം. ഞാൻ നെക്സ്റ്റ് ഒരു ചാപ്റ്ററും കൂടി ഉണ്ടല്ലോ, നമുക്ക് അതും കൂടി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ ഇന്നും മറ്റേ ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കണം എന്ന് പറഞ്ഞാണ് വന്നത്, പക്ഷേ ഞാൻ തുടങ്ങാനുള്ള സമയമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ചാപ്റ്റർ നമ്മൾ ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ എന്താണ് ലേബർ റൂമാണ്. ലേബർ റൂം നമുക്ക് ഇതേമാതിരി ഹോസ്പിറ്റലിനെ അഭിമുഖീകരിച്ചുള്ള അതിനാളായതുകൊണ്ട് നിങ്ങൾ ഓർത്തൊക്കെ വെച്ചേക്കണം. ലേബർ റൂമാണ് ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ PDF എടുത്ത് വെക്കുക. അതും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ചാപ്റ്ററൊക്കെ തന്നെയാണ്. അത് ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. അതായത് നമുക്ക് എന്തെങ്കിലും മറ്റേതെങ്കിലും അവേഴ്സ് മറ്റേതെങ്കിലും ടീച്ചേഴ്സിലേക്കും കിട്ടാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തരാൻ എളുപ്പമായിരുന്നു. പക്ഷെ നമ്മുടെ അവേഴ്സിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടി തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അവേഴ്സുകൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുകയോ ക്ലാസ് മിസ്സാവുകയോ ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് പെൻഡിങ്. അപ്പൊ അതുകൊണ്ട് ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ട് എടുത്തു പോകുക എന്നുള്ളത് ഞങ്ങൾക്ക് മാനേജ്മെന്റിനുള്ള ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഇനി ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ. എന്താണ് നമ്മുടെ ലേബർ റൂമും കൂടെ ഉള്ളൂ എന്റെ കയ്യിലുള്ളത്. പിന്നെ എന്താ പറയുക ടെർമിനോളജി മിസ് പറയുന്നുണ്ട്. ശരിക്കും ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്വസ്റ്റ്യൻസ് തരുന്നതിന് പകരമായിട്ട് ഞാൻ ശരിക്കും ലേബർ റൂം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ വന്നത്. പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് ഇനിയും ക്ലാസ് കേൾക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ ഇതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോകാനാണ് എനിക്ക് താല്പര്യം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ചോദിക്കാൻ. ഞാൻ ഇത്തിരി സ്പീഡ് എടുത്ത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇനി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തില്ല എന്നുള്ള ഒരു പ്രോബ്ലം വരരുത്. അപ്പോൾ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്ത് പോകാം. ഓരോ ഇതുകൾ കഴിയുമ്പോൾ സാധാരണ ഇച്ചിരി ടൈം എടുത്ത് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന് വലിയ പ്രശ്നമില്ലാത്ത ഒരു മേഖലയാണ്. നമുക്ക് ഒരുപാട് ഡൗട്ട് വരേണ്ട സാധ്യതയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. നമ്മൾ ഇന്ന് എടുത്ത പോർഷൻ എന്ന് പറയുന്നത് സൂപ്പർവൈസർ തുടങ്ങിയാണ്. സൂപ്പർവൈസർ എടുത്തു, പിന്നെ നഴ്സിംഗ് ഇൻചാർജ് എടുത്തു, സ്റ്റാഫ് നേഴ്സ് എടുത്തു, പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് എടുത്തു. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയി എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഒന്നും തുടങ്ങാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ട്. ഒപ്പം തന്നെ ചാപ്റ്റർ ആണെങ്കിലും പറഞ്ഞു തുടങ്ങാനായിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ക്ലിയർ ചെയ്ത് പോകേണ്ടത് കൂടി ആവശ്യമുണ്ട്. ചോദിക്കാം. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്താ ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം കേട്ടോ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ചാപ്റ്റർ നമ്മൾ ഇന്നത്തോടുകൂടി ക്ലോസ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം.
ആർക്കൊന്നും ചോദിക്കാനില്ല. സിസ്റ്റം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. നഴ്സിംഗ് ഡയറക്ടർ അതെല്ലാം ഒന്ന് പഠിച്ചു പോകണം. നഴ്സിംഗ് ഡയറക്ടർ, സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഏറ്റവും ടോപ്പിലുള്ളത് നഴ്സിംഗ് ഡയറക്ടറാണ്. അതിന് ഏറ്റവും ലോ ലെവലിലുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. പിന്നെ ഇങ്ങനെ ഇൻ കേസ് ഇങ്ങനെ ചോദിക്കാൻ നഴ്സിംഗ് ഇൻചാർജിന് മേലെയുള്ളത് ഏത് പോസ്റ്റിലുള്ളവരാണ്, അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് യഥാർത്ഥ എന്തായാലും മസ്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം നഴ്സിംഗ് ഇൻചാർജ്, സെക്രട്ടറി, വാർഡ് പോയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ബ്രീഫായിട്ട് ആരോഗ്യമോട് പറയണമെന്ന് പറഞ്ഞ് അപ്പൊ നെക്സ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞു നോക്കാറുണ്ട്. സമയമില്ല. എന്തായാലും ക്ലാസ് റൂമില് നിങ്ങൾക്ക് എന്റെ റെക്കോർഡിംഗ് ക്ലാസ് കാണാൻ സാധിക്കും അല്ലേ? ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഏറ്റവും ടോപ്പിലുള്ള ഡയറക്ടറാണ് സൂപ്രണ്ടന്റ്. പിന്നെ ഡയറക്ടറിന്റെ അഭാവത്തില് സൂപ്രണ്ടന്റ് കൂടി എന്താണ് ഇവരുടെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടതാണ്. ഇൻ കേസ് ഇൻചാർജ് ഉള്ള വ്യക്തി സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്തെങ്കിലും നിർവഹിക്കണമെന്ന് സൂപ്രണ്ടന്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇൻചാർജ് ഉള്ള വ്യക്തി സൂപ്പർവൈസറിന്റേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് സൂപ്രണ്ടന്റിന് കൊടുക്കേണ്ടതാണ്. അതായത് ഓരോന്നിന്റെ അഭാവത്തില് എന്തെങ്കിലും ആവശ്യകത വരുന്ന സമയത്ത് അതാത് നേരെ മുകളിലുള്ള മേലധികാരികളുടെ ഡ്യൂട്ടി കൂടി നിർവഹിക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. പിന്നെ എന്താണ് സ്റ്റാഫ് നഴ്സുകളൊക്കെ നമ്മൾ പറഞ്ഞ സ്റ്റാഫ് നഴ്സിനെ പ്രധാനമായിട്ട് പേഷ്യന്റുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് ആണ് അടുത്തായിട്ട്. അതേമാതിരി നഴ്സിംഗ് അസിസ്റ്റന്റും അതേ പേഷ്യന്റുമായിട്ടാണ് കൂടുതൽ ചെയ്യാനുള്ള കാര്യം. നഴ്സിംഗ് ഇൻചാർജ് ആക്ച്വലി സ്റ്റാഫ് നഴ്സുമായിട്ടായിരുന്നു. അതെ, അവര് ഓക്കെയാണോ, അവരുടെ ഡ്യൂട്ടി ടൈം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. ഇനി ഇവര് തന്നെയാണ് ഈ നമ്മുടെ ഡ്യൂട്ടി ടൈം ഒക്കെ ഇട്ടിട്ട് അവര് റിപ്പോർട്ട് കൊടുക്കേണ്ടതൊക്കെ മന്ത്ലി റിപ്പോർട്ട് അവർക്ക് മേലധികാരികൾക്ക് കൊടുക്കേണ്ടതൊക്കെ വരും. പിന്നെ എന്താ പറയുക, മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്നത് സൂപ്പർവൈസറാണോ ഓർത്ത് വയ്ക്കാം. ഇതിന്റെ ഡയറക്ടർ ആയിരിക്കും മൊത്തത്തിൽ ഓരോ കാര്യങ്ങളും ഡയറക്ട് ചെയ്ത് കൊടുക്കുന്നത്. സൂപ്പർവൈസറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സൂപ്പർവൈസറിന്റെ കാര്യങ്ങൾ എന്താണ്, അദ്ദേഹം നഴ്സിംഗ് ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യും. അതേമാതിരി തന്നെ എന്താണ് കുറെ കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് മീറ്റിംഗ് റെഗുലർലി ചെയ്യും. അതേമാതിരി റിപ്പോർട്ടുകൾ അല്ലെ, നൈറ്റ് സൂപ്പർവൈസറിന്റേതായ റിപ്പോർട്ടുകളൊക്കെ കൈകാര്യം ചെയ്യും. ഇൻ കേസ് വീക്ക്നെസ് ഒക്കെ നടപ്പാക്കുന്നുണ്ടോ നോക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് ആവശ്യകതയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള റെക്കോർഡ്സ് നമ്മൾ ചെയ്ത് വെക്കും, സൂക്ഷിച്ചു വെക്കും. അതായത് ആരാണ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആരാണ് സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ സൂപ്പറിന്റെ കാര്യം ഓർത്ത് വയ്ക്കുക അല്ലെ. നമ്മൾ ഓരോ വേറെ സ്ഥലത്തും നമുക്ക് കണ്ടില്ല സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സുകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്, സൂപ്പറിന്റാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്റെ ക്ലാസ് കേൾക്കുക. അപ്പൊ അത്യാവശ്യം നമുക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തായാലും ആർക്കും ഡൗട്ടുകളൊന്നും ചോദിച്ചില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ലേബർ റൂം എടുക്കാം. സമയത്തിന്റെ അനുസരിച്ച് ഞാൻ ഇതിന്റെ രണ്ടിന്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് തരാം. ഓക്കെ, ബൈ.